ശമീക മഹർഷി. ആ മഹർഷി അങ്ങനെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. പരീക്ഷിത്ത് അടുത്തു പോയിട്ട്, മഹർഷേ, അദ്ദേഹത്തിൻ്റെ വിനയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കിരീടം തലയിൽ ഇരിപ്പുണ്ട്, കലി ഉള്ളിൽ കയറിയിട്ടുണ്ട്. ധർമ്മിഷ്ഠനും വിനയസമ്പന്നനുമായ പരീക്ഷിത്തിന് വിനയം കുറഞ്ഞു. അപ്പോൾ ഈ മുനിയെ വിളിച്ചു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് ജലം വേണം. ഈ മുനിയോ പാവ ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം അങ്ങനെ സമാധിയിലാണ്, ഭഗവാനിൽ ലയിച്ചിരുന്ന് തപസ് ചെയ്യുകയാണ്. കുറച്ചു നേരം പരീക്ഷിത്ത് ചോദിച്ചു, എനിക്ക് ജലം വേണം കുടിക്കുവാൻ. അന്ന് ആദ്യമായി ധർമ്മിഷ്ഠനായ പരീക്ഷത്തിന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാ കാരണം അറിയാമല്ലോ അല്ലേ? തലയിലെ കിരീടം വഴി കലി കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ്? കലി കൂടെ ഉള്ളപ്പോൾ. നമ്മളുടെ വിനയം ഇല്ലാതാകും, മറ്റുള്ളവരോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതാകും. ഇവിടെ പരീക്ഷത്തിനും ആ തെറ്റ് തന്നെ വന്നു. എന്ത് ചെയ്തെന്നറിയാമോ? വിളിച്ചിട്ട്, തനിക്ക് ദാഹജലം തരാൻ എണിക്കാത്ത ഈ മുനിയെ മഹാദേവനെ മാതിരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത ഒരു പാമ്പ് ചത്ത് കിടപ്പുണ്ടായിരുന്നു. ഒരു പാമ്പ് ആ കാട്ടില് ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനെ തൻ്റെ ആ അമ്പും വില്ലിൻ്റെ അറ്റം കൊണ്ട് എടുത്ത് ഈ മുനിയുടെ കഴുത്തില് ഇട്ടു. ചത്ത പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിൽ ഇട്ടു. അപ്പൊ എന്തായി? അങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുക അദ്ദേഹം അറിയുന്നില്ല. ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പരീക്ഷിത്ത് തിരിച്ചുപോയി. ശമീക മഹർഷി ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം അങ്ങനെ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. ശമീക മഹർഷി പോയപ്പോൾ കുറച്ചു കഴിഞ്ഞു. ശമീക മഹർഷിയുടെ ഒരു മകനുണ്ട്, പേര് ശൃംഗി. എന്താ? ശൃംഗി. പേരൊക്കെ ഓർത്തുള്ളൂ. ഇന്ന് വീട്ടിൽ പോയിട്ട് ഉടനെ തന്നെ ബുക്കെടുത്ത് എഴുതി വെക്കണം ഈ പേരുകളൊക്കെ. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്കിൽ ഇതൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഈ ശമീക മഹർഷിക്ക് ഒരു പുത്രനുണ്ട്, ശൃംഗി. തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഈ 2-3 കൂട്ടുകാര് ഇവന്റെ ആശ്രമത്തിൽ വന്നിട്ട് നോക്കിയപ്പോ ദാ ശൃംഗിയുടെ അച്ഛൻ്റെ കഴുത്തിലൊരു ചത്ത പാമ്പിനെ ഇരിക്കുന്നു. ആഹാ, കണ്ടാലിപ്പോ ശിവനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് കൂട്ടുകാരെല്ലാരും കൂടെ വാ ഓരോരുത്തരെ വിളിച്ചു. നിങ്ങൾ അങ്ങനെയല്ലേ, ഒരു രസമുള്ള കാഴ്ച കണ്ട ഉടനെ വിളിക്കും, വേടാ അല്ലേ എന്ന് പറഞ്ഞ് കൂട്ടുകാരെല്ലാരും വന്നു, കണ്ടു. കുറെ പേര് പരിഹസിച്ചിരിച്ചു, കുറെ പേര് എന്ത് ചെയ്തു, കഷ്ടം തോന്നി. ശൃംഗി പാവം ഇതൊന്നും അറിഞ്ഞില്ല. ഈ ബാലൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാർ വന്ന് പറഞ്ഞു, ആഹാ, നിന്റെ അച്ഛനെ ഒന്ന് കാണാനുണ്ട് കേട്ടോ, പോയി നോക്കാം, അവിടെ മഹാദേവനെ പോലെ കഴുത്തിലൊരു പാമ്പിനെയൊക്കെ ചത്ത പാമ്പാണെന്ന് മാത്രം വ്യത്യാസം, അങ്ങനെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ശൃംഗി തൻ്റെ കൂട്ടുകാരൊക്കെ തൻ്റെ അച്ഛനെ പരിഹസിക്കുന്നുണ്ടാ. നിങ്ങൾക്കാണെ ഇഷ്ടമാവുമോ? നിങ്ങളുടെ അച്ഛനെ ആരെങ്കിലും കളിയാക്കി ഇഷ്ടമാവുമോ? ഇല്ല. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ശൃംഗി കരഞ്ഞുകൊണ്ട് ഓ